രേണുവിന്റെ ഇതിനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ വന്ന പുതിയ വീഡിയോ ആണ്. നല്ല അടിപൊളി ഡാൻസ് അല്ലേ? നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ അറിയാമായിരുന്നോ? അപ്പോഴാണ് കേട്ടോ. നല്ല കാര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നല്ലതെന്നേ പറയത്തുള്ളൂ. ഇതൊക്കെ പോട്ടെ, രേണുവിനെ ഇപ്പം അങ്ങ് ഗാഢമായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് രേണുവിന്റെ കുറച്ച് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ബിഗ് ബോസിലുണ്ടായിരുന്ന ഒരാളെ നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് ശത. അപ്പൊ അവരുടെയൊക്കെ കുറച്ച് പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. ആദ്യം നമുക്ക് ബിഗ് ബോസിലുണ്ടായിരുന്ന ഇതിന്റെ പേര് എന്താണെന്ന് അതുകൊണ്ട് ചിലതൊക്കെ എനിക്ക് ഭയങ്കര ഒരു എനിക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ലൈക്ക് പേഴ്സണലി പുള്ളിക്കത്തി എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവരെ ഒരുപാട് സൈബർ അറ്റാക്ക് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അതിനൊന്നും ആവശ്യമില്ല, അത്ര ആവശ്യമില്ല. പാവവും ഭയങ്കര രേണുവിനെ ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് ചെയ്യുന്നു എന്നാണ് ചേച്ചി പറയുന്നത്. അതിന്റെ അത്രയൊന്നും ആവശ്യമില്ല. ഇതിന്റെ പൊന്നെ, ഈ രേണു കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ കണ്ടിട്ട് നമുക്കൊന്നും ഇപ്പോ മൊബൈൽ അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ തുറക്കാനേ വയ്യാത്ത സ്ഥിതിയായിരിക്കും. പിന്നെ നമ്മൾ എന്തു ചെയ്യും? അതുകൊണ്ടാണ് നമ്മളൊക്കെ പറയുന്നത്. ഇനി നമുക്ക് ശരണ്യ ചേച്ചി പറയുന്നത്. ശരണ്യ എന്നല്ലേ ഇവരുടെ പേര്? ശരണ്യ അല്ല ഗൈസ്, സരിക. സോറി, എൻ്റെ പേര് മാറിപ്പോയതാണ് കേട്ടോ. ഇവരും ബിഗ് ബോസിലുണ്ടായിരുന്നതാണ്. ഇവരുടെ സംസാരം എന്റെ പൊന്നേ, എന്തോ അവർ പറയുന്നതെന്ന് എന്തോ കേൾക്കാൻ തരും. എന്തുകൊണ്ടാണ് തെറുത്താത്ത ഇപ്പോൾ പിൻവാങ്ങുന്നത് എന്ന് നിങ്ങൾക്കറിയാവോ? പക്ഷെ എനിക്കറിയാം, ഷാരിയ കേബിക്ക് അറിയാം. ഷാരിയ കേബിയുടെ ചുറ്റിനുമുള്ള ഇവർക്കെതിരെ ഒരുപാട് ആൾക്കാർ പരാതികൾ ഇന്ന് സമാഹരിച്ചു. എനിക്ക് അവരുടെ പേര് അറിയത്തില്ലായിരുന്നു. അവർ തന്നെ സ്വയം പരിചയപ്പെടുത്തി. സാരിക കേബി എനിക്കറിയാം, സാരിക കേബിക്ക് അറിയാം. ഇവരുടെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ അത് ഇവരുടെ വീഡിയോ ഫുള്ളൊന്ന് ശ്രദ്ധിച്ചോണേ. ഇവര് സംസാരിക്കുമ്പോൾ, അതായത് നമ്മുടെ പള്ളിയിലെ അച്ഛനെ സംസാരിക്കുന്ന സമയത്ത് ഒരു വാക്കിന്റെ തന്നെ 3-4 വേർഡുകൾ പറയും. അതായിട്ട് ഇപ്പൊ നമ്മള് ഒരു പൂവിന്റെ കാര്യം പറയും. ആ പൂക്കൾ അല്ലെങ്കിൽ ആ ഫ്ലവർ, അല്ലെങ്കിൽ ആ പൂവ്, ഇങ്ങനെയൊക്കെ കുറെ ഇങ്ങനെ പേരുകൾ എടുത്ത് പറയുവേ. അതേ കണക്ക് ഇപ്പോ ഇവരും സംസാരിക്കുമ്പോൾ അങ്ങനെയാണ്. ഇപ്പൊ പറഞ്ഞ കേട്ടോ, എനിക്കറിയാം, സരിക കേബിക്ക് അറിയാം. അവിടെ ഇത് സ്റ്റാർട്ടിംഗ് ആണ്. മുന്നോട്ട് പോയെന്തോറും ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ഓക്കെ. ഒരു കൂട്ടപ്പരാതി ഒരു പക്ഷേ കേരളത്തിലെ പകുതിയിലധികം സെലിബ്രിറ്റികളും, സാധാരണ സെലിബ്രിറ്റികളും, ടോപ്പിൽ ഇരിക്കുന്ന സെലിബ്രിറ്റികളല്ല, നോർമൽ സെലിബ്രിറ്റികളുണ്ടല്ലോ, സിനിമകളിലും സീരിയലുകളിലും ബിഗ് ബോസിലും ഒക്കെ പങ്കെടുത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും അതോടൊപ്പം ബിഗ് ബോസ് താരങ്ങളുടെ ഒരു കൂട്ടം ആൾക്കാർ ഇവർക്കെതിരെ ഒരു പരാതി സ്വരൂപിച്ചിട്ടുണ്ട്. അത് ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുമുണ്ട്. പലയിടത്തും എത്തിക്കഴിഞ്ഞു, പല ഡിപ്പാർട്ട്മെന്റുകളിലും എത്തേണ്ടടുത്തും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ഇനി ഷഫീന ബീബിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, ചിലപ്പോ പൂജപ്പുഴ സെൻട്രൽ ജയിലിൽ വെള്ളം തിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞു പറഞ്ഞില്ലേ, ഒരു വേർഡിന്റെ തന്നെ നമ്മൾ മലയാളത്തിൽ പറയുന്നുണ്ട് പര്യായങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പോകും. ഈ പറയുന്ന താത്തയുണ്ടല്ലോ, ഇവർക്ക് നേരെ അറിയാൻ വയ്യാഞ്ഞിട്ടായിരിക്കും. അവരൊരു കാര്യത്തിന് ഇറങ്ങി ചെന്നാൽ അതിനെ ചിക്കി മാന്തി അതിന്റെ വേര് സൈതം എടുക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അധികം ഇങ്ങനെ പറഞ്ഞു പോകാതിരിക്കുന്നതായിരിക്കും നല്ല. അല്ലെങ്കിൽ നിങ്ങളുടെ അടിവേര് വരെ അവർ മാന്തും. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ രേണുവിന്റെ കാര്യം. അവരൊരൊറ്റ ഒരാളാണ് രേണുവിന്റെ ഈ ലൈവ് ചാറ്റ് ആയാലും ഈ പുറത്ത് ദുബായിലും അവിടെ ഇവിടെയൊക്കെ എന്തിനാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ മൊത്തം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന ആരാ? താത്ത തന്നെ. അത് അവരെ പ്രകോപിപ്പിച്ചിട്ടല്ലേ അത് കൊണ്ടുവന്നത്. അഗർ അടങ്ങി ഒതുങ്ങി അവരെ അധികം പ്രകോപിപ്പിക്കാതിരുന്നു എന്നുണ്ടെങ്കിൽ അവർ അങ്ങ് ഒരു സൈഡിൽ കൂടെ അങ്ങ് പോയേനെ. അത് കണക്ക് ഇവരുടെയും പേര് വരെ മാന്തി വെളിയിലിടും അവര് ചിലപ്പം. എന്തായാലും തീർത്തത് വളരെ സന്തോഷം. രേണുസുതിക്ക് അല്ലെങ്കിൽ രേഷ്മാപ്പി തങ്കച്ചൻ ഇനിയെങ്കിലും സമാധാനത്തോടെ അവരുടെ വർക്കുകൾ തുടരാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിക്കോസ് ഇത്രയും ദിവസങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, 2 പര്യായ ഒരു കാര്യത്തിന് തന്നെ. പിന്നെ രേണുവിന്റെ വർക്കുകൾ തുടരാം എന്ന് പറയുന്നത്, അപ്പൊ നമ്മുടെ താത്ത വെച്ചെല്ലാം നിർത്തിയെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ രേണുവിന്റെ വർക്കുകൾ തുടരാം എന്ന് പറയുന്ന എന്തായിരിക്കും വർക്കുകൾ? നമ്മുടെ താത്ത പറഞ്ഞത് കണക്ക് കടത്തായിരിക്കുമോ, അതോ മറ്റുള്ള അവിടുത്തെ ജോലികളൊക്കെ ആയിരിക്കുമോ? നമ്മുടെ സ്ക്രീൻഷോട്ടിലും അതായത് വാട്സപ്പ് മെസ്സേജിലൊക്കെ കണ്ടത് കണക്കുള്ള ജോലികളൊക്കെ ആയിരിക്കുമോ വർക്കുകൾ തുടരാം എന്ന് പറഞ്ഞത്? ആ വർക്കുകളാണോ ഇനി തുടരുന്നത്? ഇനി ആരും അവരുടെ പുറകെ പോവില്ല, അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പുറത്ത് വരത്തില്ല എന്ന് വിചാരിച്ചിട്ടാണോ ഇനി നമുക്ക് രേണുവിന്റെ വർക്കുകൾ തുടരാം എന്ന് പറയുന്നത്? ഇത്രയും കാലങ്ങൾ അല്ലെങ്കിൽ ഇത്രയും മാസങ്ങൾ ഒരു എന്താ പറയുക, ഒരു പ്രേതത്തെ പോലെ, ഒരു ഗോസ്റ്റിനെ പോലെ ഈ ഹോണ്ടഡ് ഹൗസിലെ കേട്ടാ, ഇത്രയും ദിവസങ്ങൾ, ഇത്രയും കാലങ്ങൾ, ഇത്രയും മാസങ്ങൾ, കേട്ടില്ലേ? അതൊരു കോമഡി ആയിട്ട് എടുത്താൽ പ്രേതത്തെ പോലെ, ഒരു ഗോസ്റ്റിനെ പോലെ ഈ ഹോണ്ടഡ് ഹൗസിലേക്ക് നമ്മളിങ്ങനെ ആ ഒരു പ്രേതബാധ ശല്യം എന്നൊക്കെ പറഞ്ഞ ഒരു പ്രേതത്തെ പോലെ രേണുവിന്റെ പുറകെ നടന്ന് മാന്തി കീറാനും പേടിപ്പിക്കാനും ശ്രമിച്ചിട്ടും രേണു പേടിച്ചില്ല. പേടിച്ചില്ല എന്നൊന്നും പറയണ്ട. രേണു പേടിച്ചതുകൊണ്ടല്ലേ രേണു ഇപ്പൊ മറുപടി പറയാത്തതും, രേണു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതിനെക്കുറിച്ച് ഒരക്ഷരം പറയാത്തത് പേടിച്ചിട്ടല്ലേ. രേണു പേടിച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അപ്പോഴപ്പോഴും ഓരോരോ വീഡിയോകൾ വരുമ്പോഴും അതിന് ചുട്ട മറുപടിയും നല്ല തെറിയുമായിട്ട് വന്നേനെ. അത് കണക്ക് അവരുടെ പേരിൽ എത്രയോ കേസുകളും ഇപ്പൊ കൊടുത്തിട്ടുണ്ടാവണമായിരുന്നു. രേണു പേടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ. രേണു പേടിച്ചതുകൊണ്ടാണ് മാളത്തിൽ ഒളിച്ച് ഇതിന് ഒരു മറുപടിയും കൊടുക്കാതെ ഇതുവരേക്കും വരാത്തത്. ഇതിന്റെ കാര്യത്തെ പറ്റി എന്തെങ്കിലും രേണു പറഞ്ഞിട്ടുണ്ടോ? അതേ കണക്ക് തന്നെ അതേപ്പറ്റി ഇവർ പറയുന്നു. താത്ത പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളൊന്ന് വിശദമായിട്ട് പറയൂ. ഈ
വാട്സപ്പ് ചാറ്റിനെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ. അതിനെക്കുറിച്ച് നിങ്ങൾ ആരും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരും ഒന്നും പറയുന്നില്ലല്ലോ. അതിനെക്കുറിച്ചുകൂടെ ഒന്ന് പറയൂ. അപ്പൊ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പോ ഇവർ പറയുന്നൊന്ന് കേൾക്കാം. ഞങ്ങളുടെ തന്നെ ബിഗ് ബോസിലെ വേറൊരു കണ്ടസ്റ്റന്റ്, എക്സ് കണ്ടസ്റ്റന്റ്, അവരുടെ പ്രൊഫൈൽ നിങ്ങളൊന്ന് എടുത്തു നോക്കണം. അതിനകത്ത് മൊത്തം ക്ലീവേജും മൊത്തം തൈസും ബാക്കും എന്താ പറയാ, ഈ പറയപ്പെടുന്ന പോലെ വയറും എല്ലാം കാണിക്കുന്നുണ്ട്. വളരെ നൈസായിട്ടുള്ള ഡ്രസ്സുകൾ അവർ ഇടുന്നുണ്ട്. അതിന്റെ കമന്റുകൾ താഴെ ഒരു 100, 200, 300 കമന്റ് ഉണ്ടാവും ഓരോ പിക്സിനും. അതിലൊക്കെ തീയും പൂവും പൂച്ചെണ്ട് ജണ്ടുമാല ബൊക്കെ ഹാരങ്ങൾ ഇതൊക്കെയാണ് അതിനകത്തുള്ളത്. ഒരു മോശം വാക്ക് മലയാളികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ബിഗ് ബോസ് താരം എന്ന് പറഞ്ഞു, ആരാണെന്നൊന്ന് പറയൂ. പിന്നെ അവര് തുറന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇത് കാണിക്കും എന്ന് പറഞ്ഞിട്ട് അവരുടെ ചാനലിലല്ലേ കാണിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സബ്സ്ക്രിപ്ഷനിലല്ലേ കാണിക്കുന്നത്. ഇത് കണക്ക് ഒന്നും തുറക്കാൻ ഏതോ 50 പേരെ ഇങ്ങനെ യൂട്യൂബുകാരെയും ഓൺലൈൻ മീഡിയക്കാരെയും ദിവസം ശമ്പളം കൊടുത്ത് കൂടെ കൊണ്ട് നടന്ന് രേണു സുധി കഴിക്കുന്നതും കുടിക്കുന്നതും ബാത്റൂമിൽ പോകുന്നതും എല്ലാം ഷൂട്ട് ചെയ്ത് അപ്പോഴപ്പോഴും റീലുകളാക്കി ഇങ്ങനെ ഇടുന്നില്ലല്ലോ അവരാരും. അവരുടെ റീലുകളൊന്നും ഇത് കണക്ക് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വന്നൊന്നും നമ്മളാരും കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് പറയാത്തത്. അല്ല പറഞ്ഞു വർന്ന് കാണിക്കുന്ന എല്ലാവരുടെയും കാര്യങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും റിയാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ സബ്സ്ക്രിപ്ഷൻ ബണ്ടിൽ ബാഡ് ആയിട്ട് ഫോട്ടോസ് ഇടുന്നവര് അവരെല്ലാവരെയും പറ്റിയും വീഡിയോസുകളൊക്കെ ഇടുന്നുണ്ട്. പിന്നെ അവരാരും ഇങ്ങനെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അവരുടെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വരുന്നില്ലല്ലോ. അവരാരും ഇങ്ങനെ യൂട്യൂബേഴ്സിനെ ഒന്നും കൊണ്ട് പുറകെ നടക്കുന്നില്ല, ദിവസം ശമ്പളം കൊടുത്ത് കൊണ്ട് നടക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ആരാണ് അവരെന്നൊന്ന് പറയൂ. എനിക്കറിയത്തില്ല. അവരുടെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരുടെ വീഡിയോ എടുത്തിടാമല്ലോ. അതുകൊണ്ട് ആരാണെന്നൊന്ന് പറയൂ അല്ലേ സാരിക ചേച്ചി. അപ്പൊ രേണു സുധി, അതും ശരീരം എന്ന് പറയുന്ന ആ പെങ്കൊച്ചിന് ഇല്ല, വളരെ മെലിഞ്ഞിട്ട് എന്താ പറയുക, അവരുടെ തപ്പി നോക്കണം വല്ലതും ഉണ്ടോന്ന്. ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു റിയാക്ഷൻകാരും അല്ലെങ്കിൽ ഒരു മനുഷ്യര് രേണുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇവരുടെ ക്ലോസ് ഫ്രണ്ടിൽ ഇവര് രേണുവിനെ സപ്പോർട്ട് ചെയ്യുവാണോ അതോ രേണുവിന്റെ ബോഡി ഷേം ചെയ്യുവാണോ? ഇങ്ങനെ ആരും സംസാരിച്ചിട്ടില്ല. ഞാൻ ഒട്ടും സംസാരിച്ചിട്ടില്ല. രേണുവിനൊന്നുമില്ല, തപ്പി നോക്കണം. ഇവരെന്തോ ഈ പറയുന്നത്? രേണു നിങ്ങളുടെ ഫ്രണ്ടല്ലേ, ഇങ്ങനെയൊക്കെ അവരെ പറയാ, ഇങ്ങനെയൊക്കെ അധിക്ഷേപിക്കാൻ കൊള്ളാമോ? ഇവർ ഈ പറയുന്നത് ഒരു സ്ത്രീ അപമാനിക്കുകയല്ലേ? രേണു ആണ്. അല്ലാന്നുണ്ടെങ്കിലും അവളുടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച് ഇവരെന്തോ ഈ പറയുന്നത്? ഇവര് സപ്പോർട്ട് ചെയ്യാനല്ലേ വന്നേ രേണുവിനെ? എനിക്കതാ പറഞ്ഞ ഇവരെന്തോ പറയുന്നത് ഇവർ പോലും അറിയത്തില്ല. എന്റെ പൊന്നെ, അങ്ങനൊന്നും സംസാരിക്കല്ലേ. നിങ്ങളുടെ കൂട്ടുകാരിയല്ലേ അവരുടെ കാര്യത്തെക്കുറിച്ച് ഇങ്ങനൊന്നും സംസാരിക്കല്ലേ. എന്തോ ചെയ്യാൻ പറ്റും? അവർക്ക് ദൈവം അത്രേ കൊടുത്തിട്ടുള്ളൂ. അതിനിപ്പോ എന്തോ ചെയ്യാൻ പറ്റും? അതിന് നിങ്ങൾ ഇങ്ങനെ വിളിച്ചു പോയി പറയണോ? ഇതുവരെയ്ക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ ഇങ്ങേറ്റം നിങ്ങൾ പറയുന്ന താത്ത പോലും പറഞ്ഞിട്ടില്ല. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഇത്രയും വിശദമായിട്ട് വിശദീകരിച്ച് പറയുന്നത്? പരുവത്തിൽ നടക്കുന്ന ഒരു പെങ്കൊച്ചിനെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ, പെങ്കൊച്ചെന്ന് പറഞ്ഞിട്ട് വേണ്ട, ഒരു യുവതിയെ, നല്ല ശരീരവും നല്ല പെങ്കൊച്ചിനെ, പെണ്ണിനെ, യുവതിയെ ഈ പള്ളിയിലെ അച്ഛന്മാരൊക്കെ പറയത്തില്ല, ആ സമയത്ത്, ആ കാലയളവിൽ, അല്ലെങ്കിൽ ആ നേരത്ത് ഇങ്ങനെയൊക്കെ പറയത്തില്ല. അതിടൊക്കെ പറയുന്നുണ്ട് ഇവര്. സോറി അച്ഛനെ പറഞ്ഞ അങ്ങനൊന്നും അല്ല കേട്ടോ. ഞാനൊരു ഉപമയായിട്ട് ഞാനിങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇവര് അതിന് ഇനി പെണ്ണെന്ന് പറഞ്ഞിട്ട് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഇത്രയും വൾഗറായിട്ട് അവരുടെ ബോഡി പാർട്ടിനെ കുറിച്ച് പറയാമായിരുന്നു. പക്ഷെ പെണ്ണെന്ന് പറഞ്ഞാൽ അതിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മറ്റേത് പറഞ്ഞതാണ് കുഴപ്പം. അതവർക്ക് എന്തേ ബോധമില്ല എന്തോ. ശരീരഭാഗങ്ങളും കാണിച്ച് പലരും ഉദ്ഘാടനത്തിന് വരെ വരുന്ന കോലം എങ്ങനെയാണ്? കണ്ടോട്ടെ, കയറി പിടിച്ചോ എന്ന മട്ടാണ് പലരും ഉദ്ഘാടനത്തിന് വരുന്നത്. പറയുമ്പോൾ പലരും സദാചാരം എന്നൊക്കെ പറയെങ്കിലും മലയാളികൾ ഒന്നെങ്കിൽ അന്തസ് കാണിക്കുക. അങ്ങനെ അല്പവസ്ത്ര ഉദ്ഘാടനത്തിന് വരുന്ന അവരെ കണക്ക് തന്നെയാണ് ഇപ്പൊ രേണുവും പോകുന്നത്. അവരെ പറ്റിയൊക്കെ നല്ല വീഡിയോകളും വരുന്നുണ്ട്. ഞാൻ വീഡിയോ അവരെ കുറിച്ചൊന്നും വീഡിയോ ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ഇപ്പോഴാണ് തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ അവരെ കുറിച്ചൊന്നും വീഡിയോകൾ ചെയ്തിട്ടില്ല. അവരുടെ ആ ഒരു വസ്ത്രധാരണമൊക്കെ കണ്ടപ്പോൾ പലപ്പോഴും എനിക്കും പ്രതികരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്നൊന്നും വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇനി ഞാനും ചെയ്യും. അവരെ പറ്റിയൊക്കെ ഞാനും വീഡിയോ ചെയ്യും. നിങ്ങളെ ഈ അല്പവസ്ത്രധാരണക്കാരായ ആൾക്കാരെ കുറിച്ച് ഞാൻ ചെയ്യും. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ രേണുവിനെ കുറിച്ച് മാത്രമൊന്നുമല്ല, വേറെ ആൾക്കാരെ കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്നുണ്ട് ഉദ്ഘാടനത്തിന് പിടിച്ചോന്നും പറഞ്ഞുകൊണ്ട് പോകുന്നത്. രേണു അത് കണക്ക് തന്നെ വസ്ത്രം ഇട്ടുകൊണ്ട് ഉദ്ഘാടനത്തിനൊക്കെ പോകുന്നത്. നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട. അല്ല, സപ്പോർട്ടല്ല ഇവർ ചെയ്യുന്നത്. രേണുവിനെ ബോഡി ഷെയിം ചെയ്ത് രേണുവിനെ ഇത്ര ബെജത്ത് ചെയ്യുക. ഇവരെന്തോ പറയുന്നതെന്ന് ഇവർ പോലും അറിയത്തില്ല. മതി സുഹൃത്തുക്കളെ, മതി. ഇവരുടെ ഇത്രയും വാക്കുകൾ കൊണ്ട് ഇനി ഞാനൊന്നും പറയുന്നില്ല. ഇവർ പറഞ്ഞ ഈ കാര്യങ്ങളോട് അനുകൂലിക്കുന്ന എത്ര പേരുണ്ട്? ഇവർ പറഞ്ഞ ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ അനുകൂലിക്കുന്നില്ല. നിങ്ങളൊക്കെ അനുകൂലിക്കുന്നുണ്ടോ? ഇവരെന്തൊക്കെയായി വിളിച്ച് പറയുന്നത്? അവർക്ക് തന്നെ അറിയത്തില്ല. ഓക്കെ, തുടക്കത്തിൽ നമ്മൾ രേണുവിന്റെ ഒരു അടിപൊളി ഡാൻസ് കണ്ടിട്ടാണ് തുടങ്ങിയത്. അപ്പൊ ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോഴും നമുക്ക് രേണുവിന്റെ അടിപൊളി ഒരു ഡാൻസ് കണ്ട് തന്നെ അവസാനിപ്പിക്കാം.
എങ്ങനെയുണ്ട് ഗൈസ്, സൂപ്പർ അല്ലേ? അവരുടെ മുഖത്തെ അങ്ങോട്ട് വർണ്ണിക്കുവാണ്. അവരുടെ കൂട്ടുകാരി ഇതപ്പോൾ അവരുടെ ശരീരത്തെക്കുറിച്ച് വർണ്ണിച്ചു നല്ലതുപോലെ, അതേ കണക്ക് ഇപ്പം രേണു തന്നെ രേണുവിൻ്റെ മുഖത്തെക്കുറിച്ച് വർണ്ണിക്കുവാണ്. കൊള്ളാം. അപ്പം നമുക്ക് നാളെ കാണാം. ബൈ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ, മറക്കല്ലേ.